പഞ്ച് കൊള്ളാം, അടിപൊളിയായിരുന്നു. പിന്നെ മൊത്തം കണ്ടിട്ട് പറയാം. ഇപ്പൊ പറഞ്ഞ ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ടൻ എന്ന് പറയുന്നത് സിനിമയുടെ ആദ്യ ഷോ ഒക്കെ ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററിനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കൊണ്ടൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. യുവതാരങ്ങൾ ശ്രദ്ധേയനായ ആന്റണി വർഗീസ് നായകനെടുത്തിയ കൊണ്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയുടെ ആദ്യ ഭാഗം ഫസ്റ്റ് ഹാഫ് മാത്രമാണ് ഇപ്പൊ കേരളത്തിന്റെ തിയേറ്ററിനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കേരളത്തിലെ തിയേറ്ററിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച ഒരു അഭിപ്രായം തന്നെ ആദ്യ ഭാഗത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തെ ആന്റണി വർഗീസിനൊപ്പം തന്നെ കന്നഡ താരം രാജ്വീർ ഷെട്ടിയും മറ്റ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. നായികയായിട്ട് എത്തിയിരിക്കുന്ന ഗൗതമിയാണ്. അവിടെ പിന്നെ മണികണ്ഠനാചാരി, ഷബീർ കരടക്കെ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുമ്പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഭാഗമായി സോഫിയ പോളാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നവാഗതനെ അജിത് മാമ്പള്ളിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് സാം സീംസിന്റെ മ്യൂസിക് ചിത്രത്തിന് മികച്ച രീതിയിൽ മുൻപോട്ട് ഒരു എൻഗേജിങ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓണത്തിന് ഏറ്റവും കൂടുതൽ ഓണത്തല്ലെന്ന് പറയുന്നത് അതിന്റെ കിൻഡടിയായിട്ടാണ് ആന്റണി വന്നിരിക്കുന്നതിനുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ മുഴുനീള റിവ്യൂനായിട്ട്. എന്തൊക്കെയാണ് അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ആന്റണി വർഗീസ് അല്ലെങ്കിൽ പെപ്പെ നായകനെടുത്തിയ കൊണ്ടൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. ചിത്രം ഇതിനോട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.